നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇറാനെ പ്രതിസന്ധിയിലാക്കുകയും അവിടുത്തെ ഭരണമാറ്റം ജനങ്ങളെ കൊണ്ട് തന്നെ അവിടെ കലഹമുണ്ടാക്കിച്ച് അവിടുത്തെ ഭരണമാറ്റം സാധ്യമാക്കുകയും ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന തീരുമാനങ്ങൾ പരിപൂർണമായി അത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് അടച്ചതിന് ശേഷം ഇറാൻ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഓരോന്നും ലോകരാജ്യങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ UN-ന് നേരിട്ട് ഇടപെട്ടേ മതിയാവുകയുള്ളൂ. ഇറാൻ്റെ പരാതികൾ പരിഹരിക്കുക എന്നതുകൂടി UN-ന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് അതിനു വേണ്ടിയുള്ള തീരുമാനവും ചർച്ചയിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഒന്ന് ആലോചിക്കൂ, UN ഇത്രയും കാലമൊന്നും ഇറാൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ ക്ഷേമത്തെക്കുറിച്ചോ ഒന്നും ചിന്തിച്ചിരുന്നില്ല. അവർ പക്ഷപാത രാഷ്ട്രീയം കൃത്യമായി കളിക്കുകയും അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒക്കെ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. ഇറാൻ ആണവായുധം ഉണ്ടാക്കിക്കൂടാ, ആണവ സമ്പുഷ്ടീകരണം നടത്തിക്കൂടാ, ഇസ്രയേലിന് എന്തു വേണമെങ്കിലും ആകാം. ഇതിനെല്ലാം മറുപടി കൊടുത്തത് ഇറാൻ നയതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെയാണ്. ഹോർമൂസ് കടലിടുക്ക് അടച്ചതിന് ശേഷം കപ്പൽ ഗതാഗതം പല രാജ്യങ്ങൾക്കും അത് ബുദ്ധിമുട്ടായി. പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങൾക്ക് കപ്പൽ ഗതാഗതം അത് നടത്താൻ കഴിയാത്ത രീതിയായി. ഗൾഫ് രാജ്യങ്ങൾ കൃത്യമായി കയറ്റുമതി ചെയ്യുന്ന എണ്ണ, അതായത് ക്രൂഡ് ഓയിൽ, അത് താൽക്കാലികമായി ആ സംഭവങ്ങളെല്ലാം നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി. അത് അവരെ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ആഴ്ത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെയാണ് ഇറാൻ അവരുടെ യഥാർത്ഥ പോരാട്ട വീര്യം കാണിച്ചു കൊടുത്തത്. ഇറാൻ്റെ കപ്പൽ അമേരിക്ക മുക്കിയത് അതുകൊണ്ടൊന്നും ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാവുകയോ ഇറാനെ അങ്ങ് വിറപ്പിച്ച് കളയാം എന്ന് വിചാരിക്കുക വേണ്ട എന്നുള്ളത് മറുപടി കൊടുത്തു. ഇറാനിലേക്ക് പതിക്കാൻ പോകുന്ന മിസൈലുകളെ റഷ്യൻ റഡാർ സംവിധാനത്തിലൂടെ കൃത്യമായി തിരിച്ചുവിടുന്ന സാങ്കേതിക വിദ്യകളും റഷ്യൻ സഹായത്തോടെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇറാൻ നടത്തുന്ന പോരാട്ടവും ലോകരാജ്യങ്ങളെ തന്നെ ത്രസിപ്പിക്കുകയാണ്, അതേസമയം തന്നെ ഭയപ്പെടുത്തുകയുമാണ്. ഇത് എന്ത് കളിയാണ്? ഇത് ഇങ്ങോട്ടുള്ള പോക്കാണ്. ഒന്നിനും ഒരു ലക്കും ലഗാനുമില്ല. ഇറാൻ ഏതറ്റം വരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണ്. സാമ്പത്തികപരമായി പാപ്പരായാലും പിച്ചചട്ടി എടുത്താലും വേണ്ടില്ല, അമേരിക്കയ്ക്ക് പാഠം പഠിച്ചേ മതിയാവൂ, അമേരിക്കയെ പഠിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉറഞ്ഞു തുള്ളി നിൽക്കുകയാണ് കൃത്യമായി മുസ്തഫ ഖമേനി. അതായത് കൃത്യമായി തൻ്റെ പിതാവിനെ മരണത്തിലേക്ക് തള്ളിവിട്ട അമേരിക്കയെ വെറുതെ വിടാൻ ഖമേനിയുടെ മകൻ, ആയത്തുള്ള അലി ഖമേനിയുടെ മകൻ മുസ്തഫ ഖമേനി ഉറപ്പിച്ചിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ എന്തൊക്കെ നീക്കങ്ങൾ വന്നാൽ, എന്തൊക്കെ നഷ്ടങ്ങൾ വന്നാലും ഇറാനിൽ റെജീം ചേഞ്ച് ഉണ്ടാകില്ല എന്നുള്ളത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഇറാൻ ഭരണകൂടത്തോട് ഒരു നയതന്ത്രപരമായ നീക്കത്തിലേക്ക് നീങ്ങാൻ, മധ്യസ്ഥത വഹിക്കാൻ കൃത്യമായി UN-ന്റെ ഇടപെടൽ ഉൾപ്പെടെ വരുന്നത്.